തെഹ്റാനിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകളുടെ പശ്ചാത്തലമാക്കി ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് സൂചനകൾ ശക്തമാകുന്നു. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചകളുടെ കേന്ദ്രബിന്ദുവായത്. ചൊവ്വാഴ്ച ഇസ്രായേൽ ഈ വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ ഗൌരവമായത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ടെലിവിഷൻ സന്ദേശത്തിലൂടെ ഇന്ന് പുലർച്ചെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവൻ അലി ലാരിജാനിയെ ഞങ്ങൾ ഇല്ലാതെയാക്കി എന്ന് അവകാശപ്പെട്ടു. പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സും സൈന്യവും സമാനമായ പ്രസ്താവനകളുമായി രംഗത്തെത്തി. ഈ സംഭവ വികാസങ്ങൾക്കിടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ പുതിയ തലവൻ ആരാകുമെന്ന് രാഷ്ട്രീയ സുരക്ഷാ വൃത്തങ്ങൾ സജീവമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങളിലും പ്രാദേശിക ശക്തി സമവാക്യങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഈ നിയമനം അടുത്ത ദിവസങ്ങളിൽ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ ഭരണസൈനിക തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനമുണ്ടാക്കിയിരുന്ന ലാരിജാനിയുടെ വിയോഗം സൃഷ്ടിച്ച വലിയ ഇടവ് നികത്താൻ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുൻ കമാൻഡർ മൊഹസൻ റസായിയെ പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. നിലവിൽ മുസ്തഫ ഖമേനിയുടെ മുതിർന്ന സൈനിക ഉപദേശകനായ പ്രവർത്തിക്കുന്ന മൊഹസൻ റസായിക്ക് തന്നെയാണ് ലാരിജാനിയുടെ പകരക്കാരനാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. 1981 മുതൽ 1997 വരെ നീണ്ട 16 വർഷക്കാലം ഇറാൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി പ്രവർത്തിച്ച വിപുലമായ അനുഭവ സമ്പത്ത് റസായിക്കുണ്ട്. വെറും 27-ാം വയസ്സിൽ സൈന്യത്തിന്റെ ഭാഗമായ അദ്ദേഹം പലതവണ ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ്. തിങ്കളാഴ്ചയാണ് മുസ്തഫ ഖമേനി അദ്ദേഹത്തെ സീനിയർ സൈനിക ഉപദേശകനായി നിയമിച്ചത്. രാജ്യത്തിന്റെ പ്രതിരോധം, ഇന്റലിജൻസ്, വിദേശനയം എന്നിവയിൽ അന്തിമ തീരുമാനം എടുക്കാവുന്ന അതീവ പ്രാധാന്യമുള്ള പദവിയാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി എന്നത്. പരമോന്നത നേതാവിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഈ സ്ഥാനത്തേക്ക് റസായി എത്തുന്നതോടെ ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ ഇറാന്റെ നിലപാടുകൾ കൂടുതൽ കടുക്കുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്നു. ലാരിജാനിയുടെ മരണം ഇറാന് വലിയ ആഘാതമാണെന്ന് വിലയിരുത്തപ്പെടുമ്പോഴും പരിചയസമ്പന്നനായ റസായെ മുൻനിർത്തി പ്രതിരോധം ശക്തമാക്കാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നീക്കം. അതേസമയം ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയായിരുന്ന അലി ലാരിജാനിയെ ഇസ്രായേൽ കൊല്ലപ്പെടുത്തിയതോടെ ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളുടെ അവസാന കവാടം അടഞ്ഞുവെന്ന് വിലയിരുത്തലുണ്ട്. US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കം ശക്തമായ സാഹചര്യത്തിൽ ലാരിജാനിയുടെ മരണം യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്ന് നിരീക്ഷണവുമുണ്ട്. ഇതോടെ ഇറാനിലെ യുദ്ധകാല നേതൃത്വം പൂർണ്ണമായും കടുത്ത നിലപാടുള്ളവരുടെ കൈകളിലാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. പതിറ്റാണ്ടുകളായി ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ ലാരിജാനി സജീവമായിരുന്നു. അന്തരിച്ച പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ഉൾപ്പെടെയുള്ള പ്രധാന വ്യക്തികൾ, വിവിധ രാഷ്ട്രീയ വിഭാഗങ്ങൾ എന്നിവയുമായുള്ള ബന്ധത്തിലൂടെ രാജ്യത്തിന്റെ സുപ്രധാന തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ കേന്ദ്ര പങ്ക് വഹിച്ചിരുന്നത് ലാരിജാനിയായിരുന്നു. സംഘർഷം ആരംഭിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ഗൾഫ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചതും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാൻ മോസ്കോയിലെത്തിയതും അദ്ദേഹമായിരുന്നു. ഫെബ്രുവരി 28-ന് ഖമേനിയുടെ വധത്തിനു ശേഷം ഇറാന്റെ നേതൃത്വ ഘടനയിൽ കൂടുതൽ നിർണായക സ്വാധീനമായി ലാരിജാനി ഉയർന്നിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച തെഹ്റാനിൽ നടന്ന റാലിയിലാണ് അദ്ദേഹത്തിന് അവസാനമായി പൊതുവേദിയിൽ കാണപ്പെട്ടത്. US അവകാശങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന ഉറച്ച നിലപാടാണ് യുദ്ധം തുടങ്ങിയതു മുതൽ ലാരിജാനി സ്വീകരിച്ചത്. ഗൾഫ് അറബ് രാജ്യങ്ങൾ US-നും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിനും അദ്ദേഹം വിമർശിച്ചു. 2020-ൽ UAE ഇസ്രായേലും ഒപ്പിട്ട എബ്രഹാം ഉടമ്പടി ഉൾപ്പെടെയുള്ള പാശ്ചാത്യ അനുകൂല നയങ്ങൾ പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.